ഭാരതത്തിന്റെ അഭിമാനമായ കോർട്സ് ഓഫ് സിഗ്നൽസിന്റെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരെ, നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ. ഭാരത മഹാരാജ്യം ബ്രിട്ടീഷുകാരുടെ കരാളക്കരങ്ങളിൽ നിന്നും മോചിപ്പിച്ച് നാം സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങിയതിന്റെ മഹത്തരമായ ഓർമ്മകളും അമര സ്മരണകളും അലതല്ലുന്ന സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ വേളയിലാണ് നാം നിലകൊള്ളുന്നത്. 200 വർഷം ഈ രാജ്യം അടക്കി ഭരിച്ച് ഈ രാജ്യത്തിന്റെ വിഭവങ്ങൾ അഖിലവും ചൂഷണം ചെയ്ത് കടൽ കടത്തി കൊണ്ടുപോയവർ, ഈ രാജ്യത്തിലെ പാവം പ്രജകളെ അടിമകളാക്കി പണിയെടുപ്പിച്ച് നരകയാതനയിലേക്ക് തള്ളിയെറിഞ്ഞവർ, ഈ രാജ്യത്തിലെ പൗരന്മാരെ ജാതിയും മതവും വർഗവും വർണ്ണവും അതിന്റെ വൈരുദ്ധ്യങ്ങളിലൂടെ നൂറ്റാണ്ടുകളോളം ഭിന്നിപ്പിച്ചവരിക്കാൻ കോപ്പ് കൂട്ടിയവർ, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന കരിനിയമം കുതന്ത്രത്തിലൂടെ നടപ്പിൽ വരുത്തിയവർ, എന്നാൽ വെള്ളക്കാരന്റെ കുടിലബുദ്ധിയെ തിരിച്ചറിഞ്ഞ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ രാജ്യത്തെ പൗരന്മാർക്കിടയിൽ അവബോധമുണ്ടാക്കി അവരെ ഉത്ബുദ്ധരാക്കി രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിലേക്ക് ഹസ്തദാനം ചെയ്തുയർത്തി. നാം ഇന്ന് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു, ആസ്വദിക്കുന്നു, ആഘോഷിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നാം അറിയണം നമ്മുടെ രാജ്യത്തിന്റെ മഹത്തരവും ഉന്നതവുമായ പാരമ്പര്യം. ലോകം മുഴുവൻ അക്രമവും അരാജകത്വവും വെറുപ്പും സംഘടനകളും നിറഞ്ഞാടിയപ്പോൾ, അത് അഭിമാനമായി ആഘോഷിക്കപ്പെട്ടപ്പോൾ, അതേ സാമുവൽ ഹണ്ടിങ്ടനെ പോലുള്ളവർ വിളിച്ചു പറഞ്ഞത് ക്ലാഷ് എമംഗ് സിവിലൈസേഷൻ, സംസ്കാരങ്ങൾക്കിടയിൽ സംഘട്ടനങ്ങളുടെ കാലമാണ്, മനുഷ്യർക്കിടയിൽ പരസ്പരം കിടമത്സരങ്ങളുടെ നാളുകളാണ്. It could refer to the social stratification within civilization, where different groups of people have varying levels of power, wealth and status. അതെ, മനുഷ്യ സമൂഹത്തിന് അവന്റെ വൈവിധ്യങ്ങൾക്ക് ഒന്നിച്ചു പോവാൻ കഴിയില്ല എന്ന് പടിഞ്ഞാറ് വിളിച്ചു പറഞ്ഞപ്പോൾ, പൗരസ്ത്യ ദേശത്ത് നിന്ന് മറുപടി കൊടുത്തു ഡയലോഗ് എമംഗ് സിവിലൈസേഷൻ, സംസ്കാരങ്ങൾക്കിടയിൽ സമന്വയം, നാഗരികതകൾക്കിടയിൽ സമവായവും സംഭാഷണവും സാധ്യമാണ്, അവർക്ക് ഒന്നിച്ച് മാനവികതയോടെ മുന്നോട്ട് പോവാൻ സാധ്യമാണ് എന്നതാണ് നമ്മുടെ പ്രഖ്യാപനം. അരവിന്ദ് ഘോഷ് എന്ന ശ്രീ അരോബിന്ദോ പറഞ്ഞ പോലെ, ഇന്ത്യ വാസ് always existed for humanity. ഇന്ത്യ എന്നും നിലനിൽക്കുന്നത് മാനവികതയ്ക്ക് വേണ്ടിയാണ്. ഈ നാട് മനുഷ്യത്വത്തിന്റെ വിശാലമായ സംസ്കാരം പ്രതിനിധാനം ചെയ്ത് അത് വാനത്തോളം വിളംബരം ചെയ്ത മഹാദേശമാണ് നമ്മുടെ ഭാരതം. 1893 സെപ്റ്റംബർ 11 അമേരിക്കയിലെ ചിക്കാഗോയിൽ വെച്ച് നടന്ന ലോക സർവമത സമ്മേളനത്തിൽ ഭാരതത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് വിവേകത്തിന്റെ ആനന്ദം പോലെ ശ്രീ വിവേകാനന്ദ സ്വാമികൾ 5 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള മഹാപ്രഭാഷണത്തിന്റെ മഹാപ്രഘോഷണം, അതിന്റെ പ്രാരംഭം സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക, ഈ ഹൃദയസ്പർശിയായ അഭിസംബോധന രീതി പടിഞ്ഞാറ് അന്നുവരെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അവർ കോരിത്തരിച്ചു പോയി. ഈ മൂല്യങ്ങളാൽ സമ്പന്നമാണ് ഇന്ത്യ, ഈ മഹനീയ മൂല്യങ്ങളാൽ നിർമ്മിതമാണ് ഇന്ത്യ. I am proud to belong a religion which has taught the world that both tolerance and universal acceptance. We believe not only in universal toleration, but we accept all religion as true. ഞാനൊരു മതത്തിന്റെ ഭാഗമായതിൽ അഭിമാനിക്കുന്നവരാണ്. എന്താണ് എന്റെ മതത്തിന്റെ സംസ്കാരത്തിന്റെ പ്രത്യേകത? ടോളറൻസിന്റെ മഹാത്മ്യം പറയുക മാത്രമല്ല, അത് പ്രവർത്തിപഥത്തിൽ കൊണ്ടുവന്നവരാണ് ഞങ്ങൾ. എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന പാരമ്പര്യമുണ്ട് ഞങ്ങൾക്ക്. ഈ പാരമ്പര്യത്തിന്റെ പിന്തുടർച്ച അവകാശികളായ ഞങ്ങൾക്ക് ഇന്ന് ഇതെല്ലാം അഭിമാനത്തോടെ പറയാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന ഉത്തരമാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷേ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ നാടിന്റെ പാരമ്പര്യവും ഐക്യവും സ്നേഹവും സഹിഷ്ണുതയും കെട്ടുറപ്പും നാം ഒന്നിച്ച് മുന്നോട്ട് പോവേണ്ടവരാണ്. ഒന്നായി തോളോട് തോൾ ചേർന്ന് നടക്കേണ്ടവരാണ്. ലോകത്ത് എവിടെ എന്ത് തന്നെ സംഭവിച്ചാലും മഹത്തരമായ പൈതൃകങ്ങളാൽ സമ്പന്നമായ ഭാരത മഹാരാജ്യം തലയെടുപ്പോടെ ആത്മാഭിമാനത്തോടെ ആഭിജാത്യത്തോടെ തന്നെ നിലനിൽക്കും. പ്രസിദ്ധമായ സാരേ ജഹാം സെ അച്ഛ എന്ന കാവ്യത്തിൽ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞവസാനിപ്പിച്ചതുപോലെ റോമ സബ്മിറ്റ് ഗയേ ജഹാം സെ, പ്രസിദ്ധമായ ഈജിപ്ഷ്യൻ സംസ്കാരം, റോമ സംസ്കാരം എല്ലാം തകർന്നു
തകർന്നടിഞ്ഞു പോയി. അപ്പൊ തകമകർ ബാക്കി നാമോ നിഷാഹമാര എന്നും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഭാരതത്തിന്റെ അടയാളമാണ്. ഭാരതമെന്നും നിലനിൽക്കട്ടെ, ഭാരതമെന്നും നിലനിൽക്കട്ടെ, ഭാരതമെന്നും നിലനിൽക്കട്ടെ. അതിന്റെ യഥാർത്ഥ പാരമ്പര്യത്തിലും പരമ പവിത്രതയിലും പരിഭാവനത്വത്തിലും അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ജയ് ഹിന്ദ്. തീവ്ര ചോക്കസ്, തീവ്ര ചോക്കസ്, തീവ്ര ചോക്കസ്.